വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:63 നമ്മൾ വായിക്കുന്നുണ്ട്. പടയാളികൾ അവന് ചുറ്റും നിന്നവർ അവനെ പരിഹസിച്ചു, അവനെ മർദ്ദിച്ച് അവശനാക്കുകയാണ്. പക്ഷേ അവൻ നിശബ്ദനായിരുന്നു. ഈശോയുടെ പ്രതികരണം, ഇവർ ചെയ്യുന്നത് എന്തെന്നിവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം എന്നതായിരുന്നു. നിശബ്ദതയും ക്ഷമയുമൊക്കെ തോൽവിയുടെ പര്യായ പദങ്ങളാണോ? നിശബ്ദമാവുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ തോക്കുന്നു എന്ന് കരുതാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ തോക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ നാം സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുകയാണ്. ഇവിടെ ഒരു റീൽസ് കിട്ടി, എത്ര ലൈക്കുകൾ കിട്ടുന്നു എന്നുള്ളതിലാണോ നമ്മുടെ വിജയം അടങ്ങിയിരിക്കുക? ഇവിടെ നാം ആരെയും തോപ്പിച്ച് വിജയം വരിച്ചു എന്നുള്ളതിലാണോ നമ്മുടെ മേന്മ അടങ്ങിയിരിക്കുക? കള്ളന്മാർ കവർന്നെടുക്കാത്ത, ചിതൽ അരിച്ച് നഷ്ടപ്പെടുത്തി കളയാത്ത സ്വർഗരാജ്യത്ത് നിക്ഷേപങ്ങൾ സമ്പാദിക്കാനുള്ള ദിവസമാണ് ഈ പുണ്യദിനങ്ങൾ. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാനാകട്ടെ നമ്മുടെ ഇന്നത്തെ പരിശ്രമം.